വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് SSLC മലയാളം ചാപ്റ്റർ 7 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ചാപ്റ്റർ 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കവിതയാണ്. കവിത വരുന്നത് സീതാ സ്വയംവരം എന്നാണ്. അപ്പം ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അദ്ദേഹം 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നൊരു കവിയായിരുന്നു കേട്ടോ. അപ്പം മലയാള കാവ്യ ഭാഷയ്ക്ക് തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു കവിയാണ് നമ്മുടെ എഴുത്തച്ഛൻ വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കവിതാഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പം ഈ ഒരു കവിതയുടെ പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സീത രാമനെ കല്യാണം കഴിക്കുന്ന ആ ഒരു തീമാണ് ഇവിടെ കവിതയിൽ അവതരിപ്പിക്കുന്നത്. സീതാ സ്വയംവരം എന്നാണ് കവിതയുടെ ഹെഡിങ് വരുന്നത് കേട്ടോ. നമുക്ക് കവിത ഒന്ന് എന്താണ് അതിൻ്റെ ഇന്നർ മീനിങ് എന്ന് നമുക്ക് നോക്കാം. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനു മാനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. അപ്പോൾ ഇവിടെ ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട്, ഇവിടെ ചന്ദ്രശേഖരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനെയാണ് കേട്ടോ റെഫർ ചെയ്യുന്നത്. അതായത് ചന്ദ്രനെ ശിരസിൽ ധരിക്കുന്നവനാണ് ശിവൻ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ചന്ദ്രശേഖരൻ എന്ന പേര് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ചന്ദ്രശേഖരൻ്റെ പള്ളിവിൽ കണ്ടു, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാമായണം പഠിക്കുന്ന അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ നമുക്ക് രാമായണത്തെക്കുറിച്ച് അറിയാവുന്നതാണ് അല്ലേ. അതായത് നമ്മുടെ ശിവൻ കൊടുത്തിരിക്കുന്ന ത്രയംബകം വില്ലൊടിച്ചിട്ടാണ് രാമൻ സീതയെ സ്വയംവരം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ത്രയംബകത്തിനെയാണ് ഇവിടെ ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കൊണ്ട് കവി പറയുന്നത്. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചിടിനാൻ. അതായത് ശിവൻ കൊടുത്തിരിക്കുന്ന ആ ഒരു വില്ല് കണ്ടിട്ട് നമുക്കിവിടെ രാമന് അതിയായിട്ടുള്ള സന്തോഷം വരികയാണ്, അതിനെ വന്ദിക്കുകയാണ് ചെയ്യുന്നത്. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. അപ്പം രാമൻ വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു ആണല്ലേ വരുന്നത്. അദ്ദേഹത്തോടൊപ്പമാണ് വിദ്യാഭ്യാസ കാലഘട്ടം രാമൻ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഇതെടുക്കാവോ, ഈ ഒരു വില്ലെടുത്തിട്ട് എനിക്ക് കുലയ്ക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വിശ്വാമിത്രൻ എന്താണ് റിപ്ലൈ കൊടുക്കുന്നത്? എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. അപ്പം എന്താ വിശ്വാമിത്രൻ പറയുന്നത്? മടിക്കേണ്ട രാമ, നിങ്ങൾ എന്തായാലും ചെയ്തോളൂ. അതായത് നിങ്ങൾക്കിപ്പം എന്താണ്, ഈ ഒരു വില്ല് കുലയ്ക്കുന്നതോടുകൂടെ നിങ്ങൾക്കൊരു കല്യാണ യോഗം കൂടെ കാണുന്നുണ്ടല്ലോ അല്ലേ, കല്യാണം കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വില്ലെടുക്കുക, കുലയ്ക്കുക, കല്യാണം കഴിക്കുക, ആ ഒരു രീതിയിലേക്ക് വിശ്വാമിത്രൻ പറയുന്നുണ്ട്. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു, മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ശാപം. മന്ദഹാസം പൂണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പുഞ്ചിരി അല്ലേ, പുഞ്ചിരിക്കുക. അപ്പം സന്തോഷവാനാവുകയാണ് അവിടെ രാമൻ ചെയ്തിരിക്കുന്നത്. അപ്പം രാഘവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രഘുവംശത്തിൽ പിറന്നവനാണ്. അതായത് രാമൻ്റെ വംശം ഏതാണ്? രഘുവംശമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ രാഘവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിശ്വാമിത്രൻ ഇങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് നമ്മുടെ രാമൻ എന്താണ്, ചിരിച്ചുകൊണ്ട് ആ ഒരു മന്ദം മന്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ എന്നാണ് അർത്ഥം. അപ്പം പതുക്കെ പോയി ആ ഒരു ശാപം അല്ലെങ്കിൽ വില്ലിനെ കാണാണ്. എന്നിട്ട് ജ്വലിച്ച തേജസ്സോടും മെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. അപ്പം ജ്വലിച്ച തേജസ്സോടും എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമൻ്റെ ആ ഒരു തേജസ്സിനെ അവിടെ കവി വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ആ ഒരു ശരീരപ്രകൃതിയും അല്ലെങ്കിൽ അതൊക്കെ ഉള്ള ഒരു വ്യക്തിത്വമാണ് രാമൻ. അതുകൊണ്ട് തന്നെ ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ അല്ലേ, പെട്ടെന്ന് തന്നെ ആ ഒരു വില്ലെടുക്കുകയാണ് ചെയ്യുന്നത്. കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. ഇവിടെ കുലയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വില്ലിൻ്റെ ഞാണുണ്ടാവുമല്ലോ, അതാണ് അത് വളച്ച് കെട്ടുന്നതിനാണ് നമ്മൾ ആ ഒരു കുലയ്ക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ജിതശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പ്രയാസം, അതായത് പെട്ടെന്ന് ആ ഒരു വില്ലെടുത്തിട്ട് നമ്മളിപ്പം ആ ഒരു കുലയ്ക്കാണ് ചെയ്യുന്നത്, അതിന് ശേഷം അത് പൊട്ടിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അത്
വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം, പെട്ടെന്ന് അല്ലെങ്കിൽ നിഷ്പ്രയാസം ആ ഒരു വില്ല് ഒടിക്കുകയും ചെയ്യുന്നുണ്ട്. നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നു മറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. അപ്പോൾ ഇവിടെ പറയുന്നത്, അതായത് നമ്മുടെ ഈ ഒരു രാമചന്ദ്രൻ ഈ വില്ലൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വില്ലൊടിക്കുന്ന ടൈമിൽ അതിൻ്റെ ശബ്ദം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ടൈമിൽ എന്താണ് നടക്കുന്നത്? 14 ലോകങ്ങളിലുള്ള എല്ലാവരും ഇതിൻ്റെ ഒരു ശബ്ദം കേൾക്കുകയാണ് അല്ലേ, അതിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. വിസ്മയപ്പെട്ടു ജനം അല്ലേ, ജനം വിസ്മയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇത്രയും ഭാഗങ്ങളിൽ പറയുന്നത്. ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? അതായത് നെക്സ്റ്റ് വരുന്ന 6 ലൈനുകളിലായിട്ട് പറയുന്നത്, അതായത് ഇവിടെ ഈ ഒരു വില്ല് ഒടിക്കുകയാണ് അല്ലേ രാമൻ ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്? ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു. അതായത് ഇടി വെട്ടുന്ന രീതിയിലേക്കാണ് ആ ഒരു വില്ല് ഒടിഞ്ഞിരിക്കുന്നത്. അവിടെ രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ, ഉരകം എന്ന് വെച്ചാൽ പാമ്പ് എന്നാണ് അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ ഇഴയുന്ന ജന്തുക്കളുണ്ടല്ലോ അവർ. അപ്പം ആ ഒരു ഇഴയുന്ന വർഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് ഉരകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രാജാക്കന്മാർ ഇതിൻ്റെ ഒച്ച കേട്ടിട്ട് ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കവി വിശേഷിപ്പിക്കാൻ കാരണം, അല്ലെങ്കിൽ രാജാക്കന്മാർ അവിടെ എത്തിയിരിക്കുന്നത്? ഇതൊരു കല്യാണവേദിയാണ് അല്ലേ. അവിടെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു സ്വയംവരം നടന്നിട്ടുണ്ടായിരുന്നത്? കുറേ രാജാക്കന്മാരുണ്ടാവും. അപ്പം അതിൽ ഏറ്റവും പ്രാപ്തനായിട്ടുള്ള ഒരാളെ ആയിരിക്കണം ആ ഒരു കുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഇത്രയും രാജാക്കന്മാരുണ്ടായിരുന്നിട്ട് പോലും രാമന് മാത്രമാണ് ഈ ഒരു വില്ല് ഉടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വില്ല് കുലച്ച ശബ്ദത്തിൽ ഇവരെന്താണ് പേടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ഇവിടെ മൈഥിലി എന്താണ്? മയിൽപേട പോലെ. ഇവിടെ ഒരു കാര്യം കൂടെ കവി പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പം കൂടുതലും ഇടി വെട്ടുമ്പോഴും പാമ്പുകൾക്ക് പേടിയാണ് വരുന്നത് അല്ലേ. ഇവിടെ ആ ഒരു ഇടി വെട്ടുമ്പോൾ പാമ്പുകളായിട്ട് ഇവിടെ എന്താണ്? രാജാക്കന്മാരെ റെഫർ ചെയ്യുന്നുണ്ട്. അവരെന്താണ്? ഉരകങ്ങളെ പോലെ കളിക്കുകയാണ്. എന്നിരുന്നാൽ പോലും മൈഥിലിയെ സംബന്ധിച്ച് എന്താണ് ഇവിടെ? മൈഥിലിയെ മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ എന്നാണ് പറയുന്നത്. ഇവിടെ മൈഥിലിയെ ശ്രദ്ധിക്കാം. മൈഥിലി ഇവിടെ എന്താണ്? തനിക്ക് യോജിച്ച ഒരു വരനെ കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു വില്ല് ആരെ കൊണ്ടും മുറിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ ആര് വന്നു? രാമൻ വന്നിട്ടത് ആ ഒരു ത്രയംബകം വില്ല് ഒടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭർത്താവ് നല്ല രീതിയിൽ അവൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കുമെന്ന് അവൾ വിചാരിക്കുകയാണ്. അല്ലെങ്കിലും നമ്മളിപ്പം പ്രകൃതിയുമായിട്ട് നോക്കുന്നതാണെങ്കിൽ ഇടി വെട്ടുമ്പോഴും മയിലിന് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവാറുണ്ട്. അപ്പം മയിൽപേട പോലെ. അപ്പോൾ അങ്ങനെ 2 മീനിങ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇന്നർ മീനിങ്ങും ഉണ്ട്, ജസ്റ്റ് അല്ലാതെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടുന്നുണ്ട്. ആൻഡ് കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമിച്ചാർ. അപ്പോൾ എന്താണ്? ഇവിടെ വരനെ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പം മൈഥിലിയെ അവരുടെ പരിചാരികമാരും അമ്മമാരും ഒക്കെ കൂടെ എന്താണ്? നല്ല രീതിയിൽ ഒരുക്കി ഭംഗിയായി വെച്ചിട്ടുണ്ട്. സ്വർണ്ണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണ്ണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണ്ണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം മർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നൂടൻ നേത്രോൽപ്പല മാലയും ഇട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥ മാലയും ഇട്ടിടിനാൾ. അപ്പം ഈ ഒരു വരികളിൽ എന്താ പറയുന്നത്? സ്വർണ്ണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി. അവിടെ സ്വർണ്ണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മംഗളകരമായിട്ടുള്ള മഞ്ഞൾക്കുറി.
ആ മഞ്ഞൾക്കുറിയൊക്കെ അണിഞ്ഞിരിക്കുന്ന മനോഹരിയായിട്ടുള്ള മൈഥിലിയെയാണ് കവി ഇവിടെ വിവരിക്കുന്നത്. ഇനി സ്വർണ്ണഭൂഷണങ്ങൾ അണിഞ്ഞ്, അതായത് അത്രയ്ക്ക് ആഭരണങ്ങളൊക്കെ അല്ലേ, ആഭരണത്തിന് ആ ഒരു ആഭരണം അണിയുന്നതോടുകൂടെ ഒന്നുകൂടെ മനോഹരി അല്ലെങ്കിൽ ശോഭയായി നല്ല പ്രകാശം പരത്തുന്ന രീതിയിലേക്ക് ആ ഒരു ഭംഗി എത്തുകയാണ് മൈഥിലീൻ്റെ ചെയ്യുന്നത്. സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദ മർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി. അപ്പം ഇവിടെ എന്താണ് അർണോജനേത്രൻ എന്നാണ് കേട്ടോ അത് വരുന്നത്. അർണോജനേത്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർണോജം പോലെ മനോഹരമായിട്ടുള്ള നേത്രത്തോടു കൂടിയാണ്. ഇവിടെ അർണോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താമരേനാണ് കേട്ടോ അർത്ഥമാക്കുന്നത്. അർണത്തിൽ ജനിച്ചത് അല്ലെങ്കിൽ താമര എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ താമര ഇതിൽ പോലെ അത്രയ്ക്കും മനോഹരമായി ഉള്ള ഒരു നേത്രമുള്ള ഒരാളെ അല്ലെങ്കിൽ കണ്ണുള്ള ഒരു അല്ലെങ്കിൽ രാമനെ തന്നെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. രാമൻ്റെ മുൻപിൽ സത്രപം വിനീതയായി, സത്രപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലജ്ജയോട് കൂടെ വിനീതയായിട്ട് അവിടെ വന്ന് നിൽക്കണം, പതുക്കെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. വന്നുടൻ നേത്രോൽപ്പല മാലയും ഇട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥ മാലയും ഇട്ടിയിടിനാൾ. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് രാമൻ്റെ അടുക്കൽ വന്ന് നിന്നതിന് ശേഷം ഈ ഒരു വിടർന്ന കണ്ണുകളോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന ശ്രീരാമനെ സീത ആദ്യം എന്താണ് നന്നായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നേത്രോൽപ്പല മാലയും ഇട്ടാൽ എന്ന് പറയുന്നത്. അതായത് നന്നായിട്ടൊന്ന് തൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെ നോക്കുകയാണ് ഇവിടെ നമ്മുടെ ഈ ഒരു സീത ചെയ്യുന്നത്. അതിനുശേഷമാണ് ശരിക്കും വരണാർത്ഥ മാലയും ഇട്ടിടനാൽ എന്ന് പറയുന്നത്. എന്താണ് വരണമാലയും അണിയിക്കുന്നത് അതിനുശേഷമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സീതാ സ്വയംവരം എന്ന് പറയുന്ന കവിത. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കവിതയാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ കണ്ടാൽ നമുക്കത് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്നും നമുക്ക് നോക്കാം. ചന്ദ്രശേഖരൻ്റെ പള്ളിവില്ലു കണ്ടപ്പോൾ ശ്രീരാമനുണ്ടായ ചേതോ വികാരം എന്ത്? അപ്പം എന്താണ് ചന്ദ്രശേഖരൻ്റെ, അതായത് ത്രയംബകം വില്ല് കണ്ടപ്പോൾ ശ്രീരാമൻ ഉള്ളിലുണ്ടായിരുന്ന മനോഭാവം എന്തെന്നാണ്? ഒന്ന് അമ്പരപ്പ്, സന്തോഷം, ഭയം, അത്ഭുതം. ഇതിലേതാണ് ഉണ്ടായിട്ടുള്ളത്? അതായത് സന്തോഷമാണ് അല്ലേ, ആനന്ദം പൂണ്ടെന്ന് നമ്മൾ ഫസ്റ്റ് ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം സന്തോഷമാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത് വരുന്നത് വില്ലു കണ്ടപ്പോൾ രാമചന്ദ്രൻ ആനന്ദം ഉൾക്കൊണ്ട് ചെയ്തതെന്ത്? അപ്പം ഈ ഒരു വില്ല് കണ്ടപ്പോൾ രാമചന്ദ്രന് ആനന്ദം അല്ലെങ്കിൽ സന്തോഷം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്തതെന്ന്? ഓടിച്ചെന്നെടുത്തു, ഭയന്നു നിന്നു, വന്ദിച്ചു, സ്തംഭിച്ചു നിന്നു. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? വന്ദിച്ചു ആണ് അല്ലേ. ഈ ഒരു ഇതിൻ്റെ ആൻസർ ഫസ്റ്റ് ലൈൻസിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ കണ്ടോ, ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിന്. അതായത് ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ ഒരു രണ്ടാമത്തെ ലൈനിലാണ് വരുന്നത് അല്ലേ. ഒന്ന് ആനന്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം, ആ ഒരു പള്ളിവില് കണ്ടപ്പോൾ. പിന്നെ വന്ദിച്ചിടിനാൽ, ആ ഒരു പള്ളിവില് കണ്ടതിന് ശേഷം എന്താണ് നെക്സ്റ്റ് ചെയ്തത്? അതിനെ വന്ദിച്ചു. അതാണ് ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആയിട്ട് എഴുതേണ്ടത്. ഇനി മൂന്നാമത് നമുക്ക് നോക്കാം. മൈഥിലി മയിൽപേടയെ പോലെ സന്തോഷിച്ചത് എപ്പോഴാണ് മൈഥിലി മയിൽപേടയെ പോലെ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശ്രീരാമനെ കണ്ടപ്പോൾ, ഇടിവെട്ടിയത് പോലുള്ള ഒച്ച കേട്ടപ്പോൾ, വില്ല് മുറിഞ്ഞ ഒച്ച കേട്ടപ്പോൾ, മയിലുകളെ കണ്ടപ്പോൾ. എപ്പോഴാണ്? അപ്പം അറിയാമല്ലേ നമുക്ക് എന്താന്ന്? വില്ല് മുറിഞ്ഞ ഒച്ച കേട്ടപ്പോഴാണ്. അതായത് അവൾക്ക് മനസ്സിലായി ഈ ഒരു ശ്രീരാമൻ വില്ലെടുത്തിട്ട് കൊലച്ചിട്ടുണ്ട്. അപ്പം അവളുടെ കല്യാണമായിട്ടുണ്ട്, അത് ശ്രീരാമൻ തന്നെയാണ് വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു വില്ല് മുറിഞ്ഞത് കൊണ്ട് തന്നെ അവളുടെ വരൻ എന്ന് പറയുന്നത് ശ്രീരാമനാണ്. അതുകൊണ്ടാണ് ആനന്ദം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ മയിൽപേടയെ പോലെ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ശ്രീരാമൻ്റെ മുൻപിൽ ചെന്ന സീതയിൽ പ്രകടമായിട്ടുള്ള ഭാവം എന്താണെന്നാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. താഴെയുണ്ട് കേട്ടോ. എന്താണ് വരുന്നത്? നമുക്കിതിൽ കാണാം ഓപ്ഷൻസ്: ആദരം, ആനന്ദം, വിനയം, ലജ്ജ. അപ്പോൾ ഇതിലേതാണ് വരുന്നത്? നമുക്ക് അറിയാമല്ലേ, ലജ്ജയാണ് ഇതിൽ സീതയിൽ പ്രകടമായിട്ടുള്ള ആ ഒരു സത്രപം വിനീതയായി എന്ന് പറയുന്നുണ്ട് അല്ലേ. സത്രപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലജ്ജയോട് കൂടി എന്നാണ്. അപ്പോൾ ഇത് ലജ്ജയാണ് വരുന്നത്. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്: അർണോജനേത്രൻ്റെ മുൻപിൽ വന്ന് സീത ആദ്യമായി ചെയ്തത് എന്താണ്? അർണോജനേത്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമൻ അല്ലേ.
താമര പോലെ കണ്ണുകളുള്ളവൻ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം എന്താണ് ആദ്യമായി ചെയ്തത്? വരണമാല്യം അണിയിച്ചു, വന്ദിച്ചു, ലജ്ജിച്ചു കുനിഞ്ഞു നിന്നു, നേത്രോൽപ്പലമാല അണിയിച്ചു. അപ്പോൾ ഇത് ഈ ഒരു ഓപ്ഷൻ കണ്ടാൽ തന്നെ അറിയാം, ഫസ്റ്റ് നമ്മൾ എന്താണ് നേത്രോൽപ്പലമാല അണിയിച്ചു, അതിനുശേഷമാണ് വരണമാല്യം അണിയിച്ചത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നേത്രോൽപ്പലമാലയാണ്. അപ്പോൾ അതാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി വേറെ 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എഴുത്തച്ഛൻ ശ്രീരാമനെ ഈശ്വരാവതാരമായി കരുതി എന്ന് കാണിക്കുന്ന സൂചനകൾ പാഠഭാഗത്ത് നിന്ന് ഉദ്ധരിക്കുക എന്നാണ്. അപ്പം എന്താണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ഈ ഒരു ശ്രീരാമനെ ഈശ്വരാവതാരമായിട്ട് കരുതിയിരിക്കുന്നത്? അപ്പം നമുക്കതിൽ പറയാം, നമുക്കറിയാം ഭക്തിയുടെ ആധ്യാത്മികത്തിൻ്റെയും ഒക്കെ പാതയിലേക്ക് നയിച്ചിട്ടുള്ളൊരു കവിയാണല്ലേ എഴുത്തച്ഛൻ വരുന്നത്. അപ്പോൾ ഇതിൽ എഴുത്തച്ഛൻ ഇവിടെ ശ്രീരാമനെ ഈശ്വരാവതാരമായിട്ട് കരുതിയിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ കാണിക്കുന്ന ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ്റെ ദിവ്യശാപത്തെ കരുതിയിട്ട് തന്നെയാണ്. അതായത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ്, ആർക്കും വേറെ ഒരു രാജാവിന് കുലയ്ക്കാൻ കഴിയാത്ത ഒരു വില്ല് ആരാണ് എടുത്ത് ഒടിച്ചിട്ടുണ്ടായിരുന്നത്? ശ്രീരാമചന്ദ്രനാണ് അല്ലേ. അപ്പം ഇത് അദ്ദേഹം ചെയ്തതാവട്ടെ പെട്ടെന്ന് അത്രയ്ക്കും നിഷ്പ്രയാസമായിട്ട്. നമുക്ക് ആ ഒരു കവിതയിൽ തന്നെ പറയുന്നുണ്ട് വില്ലെടുക്കുന്നത് ജ്വലിച്ച തേജസ്സോടെയാണെന്ന് അല്ലേ. അപ്പം ഇവിടെ എന്താണ് വില്ലെടുക്കുന്നത് അത്രയ്ക്കും തേജസ്സോടെ ചെയ്യുമ്പോഴെന്താണ് ഈ ഒരു ഒച്ച, ആ ഒരു ഒച്ച എവിടെയാ? 7 ലോകങ്ങളിലേക്കും മാറ്റൊല്ലി കൊള്ളുന്നുണ്ട്. അവിടെ ജനം അത്ഭുതപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ശ്രീരാമചന്ദ്രൻ്റെ ഈശ്വരാവതാരമായിട്ട് കരുതിയിട്ട് കാണിക്കുന്ന സൂചനകൾ കവിതാ ഭാഗത്തു നിന്നുള്ളത് കേട്ടോ. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിസ്മയപ്പെട്ടു ജനം വിസ്മയിക്കാൻ കാരണം എന്ത്? എന്താണ് ജനം വിസ്മയിക്കാൻ കാരണമായിട്ടുള്ളത്? അതായത് നമുക്കറിയാം ത്രയംബകം വില്ല് അല്ലേ, അത് കുറേ പേര് ചുമന്നിട്ടാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കൊട്ടാരത്തിലേക്ക്. അപ്പം അതുവരെ ഉണ്ടായിരുന്ന രാജാക്കന്മാരൊക്കെയും ശ്രമിച്ചിട്ട് അതൊന്നും അനക്കാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ശ്രീരാമചന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് ജിതശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ട് കവിതയിൽ. അപ്പം അതായത് നിഷ്പ്രയാസം എടുത്തുയർത്തി അതിൻ്റെ വളച്ച് ഞാൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതോടെ എന്താണ്, ഞാൻ വലിച്ചതോടെ വില്ല് 2 കഷ്ണമായി. ഇത്തരത്തിൽ ഇങ്ങനെ വില്ല് കൊലച്ചു കഴിഞ്ഞപ്പോഴാണ് ജനം വിസ്മയിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു കവിത എന്ന് വെച്ച് കഴിഞ്ഞാൽ. 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കവിത മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം വൈൻഡപ്പ് ചെയ്യാണ് സെക്ഷൻ. താങ്ക് യു.